അസ്സലാമലൈക്കും ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന നല്ല പെർഫെക്റ്റ് ഗുലാബ് ജാമുൻ്റെ റെസിപ്പിയാണ്. നല്ല സ്വീറ്റ് ആയിട്ടുള്ള അതുപോലെ ജ്യൂസി ആയിട്ടുള്ള ഒരു ഗുലാബ് ജാമുനാണ്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 2 കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ 250 ml കപ്പാണ് കേട്ടോ. അപ്പോൾ 2 കപ്പ് നിറച്ചിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ സാധാരണ റവയാണ് കേട്ടോ. ഇതിൻ്റെ അളവുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അളവുകൾ എപ്പോഴും കറക്റ്റ് ആകുമ്പോഴാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഈ 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർക്കുന്നുണ്ട്. മൈദയുടെ അളവ് കൂടിപ്പോവരുത്, കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഹാർഡായി പോവും. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ബേക്കിംഗ് പൗഡർ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിലൊന്ന് ഇളക്കിയെടുക്കുക. ഇനി ബേക്കിംഗ് പൗഡറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബേക്കിംഗ് സോഡ ഒരു നുള്ള് ചേർത്ത് കൊടുക്കുക കേട്ടോ, ബേക്കിംഗ് പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ. ഇനി അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യാണ്. നെയ്യൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ടീസ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് എല്ലാ ഭാഗത്തേക്കും നെയ്യ് ആവില്ല കേട്ടോ. അപ്പോൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുത്താൽ മതി. ഇതിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തണുത്ത പാലാണ്. ഒരു 1/2 കപ്പ് പാൽ നമുക്കിതിന് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പാൽ കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കുക. ഒന്നിച്ചൊഴിച്ചിട്ട് കുഴച്ചെടുക്കണമെങ്കിൽ നന്നായിട്ട് ഒട്ടിപ്പോവും കേട്ടോ. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. പാൽ ചൂടാക്കേണ്ടതൊന്നും ആവശ്യമില്ല, തണുത്ത പാൽ തന്നെ എടുത്തിട്ട് കുഴച്ചാൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കയ്യിൽ കുറച്ച് നെയ്യോ ഓയിലോ തടവിയിട്ട് ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. ഇനി ഇതിലും ചെറുതാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ചെയ്തെടുത്താൽ മതി. ഇതൊക്കെ സൈസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങളൊക്കെ വരുത്താം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടി വെക്കുന്നുണ്ട്. കയ്യിൽ കുറച്ച് നെയ്യോ ഓയിലോ തടവണം എന്ന് പറഞ്ഞില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒട്ടി പോകുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിതുപോലെ എല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇത് നല്ല ചൂടായിട്ടുള്ള ഓയിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് ചൂടാക്കരുത് കേട്ടോ ഓയിൽ. ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ എന്തും ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല ചൂടായ ഓയിലാണല്ലോ ഇട്ടെടുക്കാറുള്ളത്. ഇത് അതുപോലെ അത്രയും ചൂടാക്കരുത്, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും പാൽപ്പൊടി ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇത് ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അത് തന്നെ സ്വന്തമായിട്ടൊന്ന് മറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ, നമ്മൾ തിരിച്ചിടാതെ തന്നെ. അപ്പോൾ നമുക്ക് 2 ഭാഗവും കറക്റ്റ് ആവുന്ന രീതിയിൽ ഇളക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മളിങ്ങനെ ചട്ടകം വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയിട്ട് തന്നെ 2 ഭാഗം ഒരേ രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ ഒരു ഭാഗം കൂടുതലായിട്ട് മൂത്ത് പോവും. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ തീ കൂട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിലൊട്ടും തന്നെ ഓയിൽ കുടിക്കൂല കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഒരുപാട് ബ്ലാക്ക് കളറാക്കി എടുക്കുന്നതാണ് കാലാ ജാമുൻ എന്ന് പറയുന്നത് കേട്ടോ. നന്നായിട്ട് മൂപ്പിച്ച് ബ്ലാക്ക് കളറാക്കി എടുക്കുന്ന ഗുലാബ് ജാമുനാണ്. അപ്പോൾ നമുക്കിത് നല്ലൊരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കിത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ എനിക്കിത് ഇത്രയും അളവുന്നൊരു 20 ഉരുളകളാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതിലും ചെറുതാക്കി എടുക്കണമെങ്കിൽ കുറച്ചും കൂടെ എണ്ണം കൂടുതലായിട്ട് കിട്ടും. ആയിട്ടില്ല, അപ്പോൾ നമുക്കൊന്നും കൂടെ ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കണം. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് നമ്മുടെ ഇത് ഗുലാബ് ജാമുൻ്റെ ഒരു കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. വീണ്ടും നമ്മൾ കൂടുതൽ സമയം ഇടണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു കരിഞ്ഞ കളർ വരും കേട്ടോ. അപ്പോൾ അത്രയും നമുക്ക് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പാകത്തിന് നമുക്ക് എല്ലാം ഒന്ന് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് അടുത്ത ഇതും കൂടെ ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. ഇതും നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക്
രണ്ട് ഭാഗവും റെഡിയാക്കിയിട്ട് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് തന്നെ അത് സ്വന്തമായിട്ട് തിരിഞ്ഞ് വരുന്നുണ്ട്. ബോളുകളായതുകൊണ്ട് തന്നെ നമ്മൾ മറിച്ചിടാണ്ട് തന്നെ അത് മറിയുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുനാണ് കേട്ടോ അത്. ഈ റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. ഇതുവരെ ചെയ്തിട്ട് നന്നാവാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കൂ. നന്നായിട്ട് തന്നെ കിട്ടും. ഇനി ഇത് നമുക്ക് നെയ്യിൽ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നെയ്യിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന ഗുലാബ് ജാമുൻ കൂടുതൽ ടേസ്റ്റാണ്. അത് നിങ്ങൾക്ക് അങ്ങനെയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഓയിലിന് പകരം നെയ്യിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഒരിക്കലും വെളിച്ചെണ്ണയിലൊന്നും ഫ്രൈ ചെയ്തെടുക്കരുത് കേട്ടോ. വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ബാച്ചും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കോരി മാറ്റുന്നുണ്ട്. എല്ലാം നമുക്കൊന്ന് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ഒരു ടിഷ്യൂവിലേക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേ കപ്പ് തന്നെ 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ഈ കപ്പല്ല ഗ്ലാസ്സിലാണ് എടുക്കുന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് പഞ്ചസാരയ്ക്ക് 1 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 2 ഏലക്കയും കൂടെ ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കയുടെ ഫ്ലേവർ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. ഇത് നന്നായിട്ടൊന്ന് സിറപ്പാക്കി എടുക്കാം നമുക്ക്. ഇതിലേക്ക് റോസ് വാട്ടർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ 1 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് പഞ്ചസാര അലിയുന്നവരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ബോൾസുകൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഷുഗർ സിറപ്പ് നന്നായിട്ട് തന്നെ അബ്സോർബായി കിട്ടിക്കോളും. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇതിൽ മുങ്ങിക്കിടക്കുന്ന ആ ഒരു രീതിയിലേക്ക് ഓരോ ബോളുകൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് നമ്മളൊരു 2-3 മണിക്കൂർ ഇതുപോലെ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുനാവും നമുക്ക് കിട്ടുക. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ വേറൊരു ബൗളിലേക്ക് ഇതുപോലെ സെർവ് ചെയ്യാം. അപ്പോൾ നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് തൊട്ടാൽ തന്നെ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകുന്ന ആ ഒരു രീതിയിലാണ് ഇതുള്ളത്. അപ്പോൾ ഇത് ചൂടാറിയിട്ടില്ല. ഇപ്പോൾ നമുക്ക് ചൂടാറിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് തണുപ്പിച്ച് കഴിക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ കഴിക്കുക. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യുക. അപ്പോൾ നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.